ഹായ് ഫ്രണ്ട്സ്, R4iലേക്ക് സ്വാഗതം. ഇന്ന് 79 പോയിന്റിന്റെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് നിഫ്റ്റിയിൽ ഉണ്ടായെങ്കിലും കാര്യമായൊരു മൊമെന്റം മാർക്കറ്റിൽ ഉണ്ടായില്ല. ലാസ്റ്റ് ഫ്രൈഡേ ക്ലോസിംഗിൽ നിന്നും ഓവറോൾ ഒരു 100 പോയിന്റിന്റെ ഒരു അപ്സൈഡ് മൂവോടെയാണ് 24,967 ഇന്ന് നിഫ്റ്റി ക്ലോസ് ചെയ്തെങ്കിലും ഇന്നത്തെ ഓപ്പണിംഗ് പ്രൈസും ക്ലോസിംഗ് പ്രൈസും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ വെറും 18 പോയിന്റിന്റെ ഒരു വ്യത്യാസം മാത്രമാണ് കാണാൻ കഴിയുക. അപ്പോൾ ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ഉണ്ടായി എന്നതൊഴിച്ചാൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ലാസ്റ്റ് ഫ്രൈഡേ US മാർക്കറ്റിലൊക്കെ ഉണ്ടായ ആ ഒരു റാലി അത് നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഉണ്ടായില്ല. ഇന്ന് നമ്മൾ ഓവറോൾ സ്റ്റോക്കിന്റെ ഒരു അഡ്വാൻസ് ഡിക്ലൈനിന്റെ ഡാറ്റ പരിശോധിച്ചാൽ നിഫ്റ്റി പോസിറ്റീവ് ക്ലോസ് ചെയ്തിട്ടും 43% സ്റ്റോക്കുകൾ മാത്രമാണ് അഡ്വാൻസ് ചെയ്തത്. അഡ്വാൻസ് ചെയ്ത സ്റ്റോക്കുകളേക്കാൾ കൂടുതൽ ഏകദേശം 52% ഡിക്ലൈൻ ചെയ്തതായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ലാർജ് ക്യാപ് സ്റ്റോക്കിൽ നേരിയൊരു മൂവ് ഉണ്ടായെങ്കിലും മിഡ് ക്യാപ്പിലും മൈക്രോ ക്യാപ്പിലും ഫ്ലാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് ആണ്. സ്മോൾ ക്യാപ്പിൽ ഫ്ലാറ്റ് പോസിറ്റീവ് ക്ലോസിംഗ് ആണ്. ഇപ്പോൾ ബ്രോഡ് മാർക്കറ്റിൽ വലിയൊരു മൂവ് തീർച്ചയായിട്ടും ഉണ്ടായിട്ടില്ല. അതുപോലെ ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കാണുന്നത് കോൾ സൈഡിലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000-ഉം പുട്ട് സൈഡിലുള്ള ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് 25,000-ഉമാണ്. രണ്ടും 25,000-ലാണ് ഹൈയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് ഉള്ളത്. അപ്പോൾ ഇത് വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ 25,000 ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻവെസ്റ്റേഴ്സ് കാത്തു നിൽക്കുകയാണ് എന്ന് വേണമെങ്കിൽ ഈ ഒരു അനാലിസിസ് നമുക്ക് മനസ്സിലാക്കാം. സെക്ടോറൽ ഇൻഡെക്സുകൾ നോക്കിക്കഴിഞ്ഞാൽ IT സെക്ടർ ഒഴിച്ച് എടുത്തു പറയത്തക്ക ഒരു പ്രകടനം ഒരു സെക്ടറിലും ഉണ്ടായിട്ടില്ല. എന്നാൽ IT ഉണ്ടായിട്ടുള്ള മൂവ് വമ്പിച്ചതായിരുന്നു. 2.37% ഒരു മുന്നേറ്റം അവിടെ ഉണ്ടായി. അപ്പോൾ നിഫ്റ്റി 50 ഇന്ന് ഉയർത്തുന്നതിൽ നിഫ്റ്റി 50-യിലുള്ള ടോപ്പ് 4 IT കമ്പനികളാണ് നിർണായകമായ പങ്കുവഹിച്ചതെന്ന് കാണാൻ കഴിയും. അത് ഇൻഫോസിസ്, TCS, HCL Tech, വിപ്രോ, ഈ 4 സ്റ്റോക്കുകളാണ് ഇന്ന് നിഫ്റ്റിയിൽ ഏറ്റവും ടോപ്പ് പെർഫോമർ ആയിട്ടുള്ള സ്റ്റോക്കുകളായിട്ട് നമ്മൾ കാണുന്നത്. ഇനി നിഫ്റ്റി 500 സ്റ്റോക്കുകൾ എടുത്താലും അവിടെ ടോപ്പ് 3 പെർഫോമേഴ്സിൽ 2 സ്റ്റോക്കുകളും IT സ്റ്റോക്കുകളാണെന്ന് കാണാം. ഒന്ന് ക്ലാർക്ക് സർവീസസ് ലിമിറ്റഡ് 9% റാലി നടന്നു. അതുപോലെ ന്യൂജൻ സോഫ്റ്റ്വെയറിലും 5% റാലി നടന്നതായിട്ട് കാണാം. നിഫ്റ്റി IT ഇൻഡെക്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള 10 സ്റ്റോക്കുകളും ഇന്ന് പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ച ഇൻഫോസിസ്, TCS, HCL Tech, വിപ്രോ കൂടാതെ എംഫസിസ്, ഒറാക്കിൾ ഫൈനാൻഷ്യൽ സർവീസസ്, ടെക് മഹീന്ദ്ര, LTI മൈൻട്രി, പെർസിസ്റ്റന്റ്, കോഫോജ് തുടങ്ങിയ സ്റ്റോക്കുകളൊക്കെ ഏകദേശം 1 to 3% ഒരു മുന്നേറ്റം നടത്തിയതായിട്ടും നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ IT റാലിക്ക് കാരണമായത് US റേറ്റ് കട്ടുമായി ബന്ധപ്പെട്ടുള്ള ഹോപ്പാണ്. ഇപ്പോൾ ജാക്സൺ ഹോൾ സിമ്പോസിയത്തിൽ ജെറോം പവൽ നടത്തിയിട്ടുള്ള ഒരു സ്പീച്ചിൽ അദ്ദേഹം ചില പോളിസി അഡ്ജസ്റ്റ്മെന്റുകൾ നെക്സ്റ്റ് മന്തിൽ ഉണ്ടാകുമെന്ന് സൂചന നൽകിയത് അത് US മാർക്കറ്റ് വളരെ പോസിറ്റീവായിട്ട് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ മൊത്തത്തിൽ അനലിസ്റ്റുകൾ പറയുന്നത് ഏകദേശം 80 മുതൽ 90% വരെ സാധ്യത സെപ്റ്റംബറിൽ നടക്കുന്ന ഫെഡറേറ്റിന്റെ സിറ്റിംഗിൽ ആ ഒരു അനൗൺസ്മെന്റ് ഉണ്ടാവും എന്ന് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയിൽ ഒരു റേറ്റ് കട്ട് ഉണ്ടാകുമ്പോൾ അവിടെ IT സ്പെൻഡിങ് വലിയ തോതിൽ വർദ്ധിക്കാനുള്ള സാധ്യത ഉണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യൻ IT കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള ഓർഡർ ഫ്ലോ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടെന്നുമുള്ള ആ ഒരു സ്പെക്കുലേഷൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ IT സ്റ്റോക്കുകളിൽ റാലി നടന്നത്. ഇപ്പോൾ JP മോർഗൻ പോലെയുള്ള ഇന്റർനാഷണൽ ബ്രോക്കറേജ് TCSനെ ന്യൂട്രൽ പൊസിഷനിൽ നിന്നും ഓവർ വെയ്റ്റ് പൊസിഷനിലേക്ക് ഉയർത്തിയതായിട്ട് കാണാം. കൂടാതെ അവർ TCSന്റെ ടാർഗറ്റ് ഏകദേശം 3,800 എന്ന ലെവലിലേക്ക് ഉയർത്തിയിട്ടുണ്ട്. ഇത് ഏകദേശം 24% ഒരു അപ്സൈഡാണ് ടാർഗറ്റായിട്ട് അവർ നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ TCS പോലെയുള്ള ഏറ്റവും മാർക്കറ്റ് ലീഡിംഗ് ആയിട്ടുള്ള കമ്പനി അപ്ഗ്രേഡ് ചെയ്യപ്പെട്ടതിൻ്റെ ഒരു റിപ്പിൾ എഫക്റ്റാണ് നമ്മൾ ഇന്ന് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ കണ്ടിട്ടുള്ളത്. ഇപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കണ്ടതാണ് ലാസ്റ്റ് ഫ്രൈഡേ ഏഷ്യൻ മാർക്കറ്റുകളൊക്കെ ഹയർ ആയിട്ടാണ് ക്ലോസ് ചെയ്തത്. സൗത്ത് കൊറിയ ആയാലും ജപ്പാൻ ആയാലും ഷാങ്ഹായ് കോമ്പോസിറ്റ് ആയാലും ഹോങ്കോങ് ഹാങ്സങ് ആയാലും എല്ലാം പോസിറ്റീവിൽ ക്ലോസ് ചെയ്തിരുന്നു. കൂടാതെ US മാർക്കറ്റിൽ ഡൗ ജോൺസ് ആയാലും നാസ്ഡാക്ക് ആയാലും S&P 500 ആയാലും എല്ലാം പുതിയ റെക്കോർഡ് ഹൈയിലേക്കാണ് പോയത്. എന്നാൽ ഇത്തരത്തിലുള്ളൊരു മൂവ് ഇന്ത്യൻ മാർക്കറ്റിൽ വരാത്തതിന് പിന്നിൽ തീർച്ചയായിട്ടും ഓഗസ്റ്റ് 27 എന്നുള്ള ആ ഒരു താരിഫ് ഡെഡ് ലൈൻ അതിനെയാണ് ഇൻവെസ്റ്റേഴ്സ് വെയിറ്റ് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കാം. അവിടെ ഒരു കോഷ്യസ് ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് ഇന്ത്യയിൽ ഇൻവെസ്റ്റേഴ്സ് എടുക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി നമ്മൾ മാർക്കറ്റിലെ ചില സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ഒരു കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 40% കൂടുതൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിന്റെ ഹോൾഡിംഗ് ഉള്ളതും അതേസമയം കഴിഞ്ഞ 6 മാസം 50% കൂടുതൽ റാലി നടന്നതുമായ ചില സ്റ്റോക്കുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. അതിലൊന്ന് 197 കമ്മ്യൂണിക്കേഷൻ ആണ്. പേടിഎമ്മിന്റെ പാരന്റ് കമ്പനി ആയിട്ടുള്ള ഈ ഒരു സ്റ്റോക്കിന്റെ ഇപ്പോൾ കറണ്ട് മാർക്കറ്റ് പ്രൈസ് കാണുന്നത് 1276 എന്ന പ്രൈസിലാണ്. കഴിഞ്ഞ 6 മാസം ഈ സ്റ്റോക്ക് നൽകിയ റിട്ടേൺ 73.7%. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്
54.9% ഹോൾഡിംഗ് ആണ് ഈ ഒരു സ്റ്റോക്കിലുള്ളത്. ഒരു ലോസ് മേക്കിംഗ് കമ്പനിയായിരുന്നു പേടിഎം. കഴിഞ്ഞ 4 ക്വാർട്ടർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 930 കോടിയുടെ ഒരു പ്രോഫിറ്റ് ചെയ്ത് സെപ്റ്റംബർ ക്വാർട്ടറിൽ രേഖപ്പെടുത്തിയിരുന്നെങ്കിലും അത് അവരുടെ മൂവി ടിക്കറ്റ് പ്ലാറ്റ്ഫോം സെല്ല് ചെയ്തതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരു അതർ ഇൻകം ആണ്, അല്ലാണ്ട് ബിസിനസ് ഇൻകം ആയിരുന്നില്ല. അപ്പോൾ ബിസിനസ് ഇൻകം ആയിട്ട് ഇവർ ആദ്യമായിട്ട് ഒരു പ്രോഫിറ്റ് കഴിഞ്ഞ ക്വാർട്ടറിൽ 122 കോടിയുടെ ഒരു പ്രോഫിറ്റ് രേഖപ്പെടുത്തിയിരുന്നു. അതാണ് ഈ സ്റ്റോക്കിൽ ഒരു പോസിറ്റീവ് മൊമെൻ്റം ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ പേടിഎം ഇപ്പോൾ ലോസിൽ നിന്നും പ്രോഫിറ്റിലേക്ക് പോകുന്ന ഒരു ടേൺ അറൗണ്ട് കമ്പനിയായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റൊരു സ്റ്റോക്ക് ഡെലിവറിയാണ്. ലോജിസ്റ്റിക് മേഖലയിലെ ഫുൾ റേഞ്ച് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു കമ്പനി, അതിൻ്റെ കറണ്ട് പ്രൈസ് ഇപ്പോൾ 476 എന്ന ലെവലാണ്. കഴിഞ്ഞ 6 മാസം 82% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകിയതായിട്ട് കാണാം. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 53% ഈ സ്റ്റോക്കിലുണ്ട്. പക്ഷേ ഈ സ്റ്റോക്കിൻ്റെ PE റേഷ്യോ ഇപ്പോൾ 179 എന്നുള്ള ഹൈ PE ആണ്. അതുകൊണ്ട് തന്നെ ഒരു കറക്ഷന് വേണ്ടി കാത്തിരുന്നുകൊണ്ട് മാത്രമേ ഈ സ്റ്റോക്ക് നമുക്ക് പരിഗണിക്കാൻ കഴിയുള്ളൂ. 417 അതുപോലെ 385 എന്നുള്ള സപ്പോർട്ട് ലെവലുകൾ ഒരു ബൈങ് റേഞ്ച് ആയിട്ട് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു സ്റ്റോക്ക് കാർട്രേഡ് ടെക് ലിമിറ്റഡ് ആണ്. പുതിയ കാറുകളായാലും യൂസ്ഡ് കാറുകളായാലും അതിൻ്റെയൊക്കെ കസ്റ്റമേഴ്സിനെയും വെഹിക്കിൾ ഡീലേഴ്സിനെയും വെഹിക്കിൾ OEMസിനെയും ഒക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരുന്ന കാർട്രേഡ് ടെക് എന്ന് പറയുന്ന ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, അതിൽ നമുക്ക് കാർവാലെ പോലെയുള്ള പ്രധാനപ്പെട്ട ബ്രാൻഡുകൾ കാണാൻ പറ്റും. അപ്പോൾ ഈ ഒരു കാർട്രേഡ് ടെക്കിൻ്റെ കഴിഞ്ഞ 6 മാസത്തെ റിട്ടേൺ എന്ന് പറയുന്നത് 59%. FIIs ഈ സ്റ്റോക്കിൽ 67% ഹോൾഡിംഗ് ഉണ്ട്. ഈ സ്റ്റോക്കിൻ്റെ PEയും കുറച്ച് ഹൈ തന്നെയാണ്. 73.2 എന്നുള്ള PE റേഷ്യോ ആണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് 2394 എന്ന ലെവലിലാണ്. ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ലെവൽ നോക്കിക്കഴിഞ്ഞാൽ 1822 2020 ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ട് ലെവലാണ്. അതുകൊണ്ട് തന്നെ ഹൈ PE ട്രേഡ് ചെയ്യുന്ന ഈ സ്റ്റോക്കും നമ്മൾ ഒരു കറക്ഷന് വേണ്ടി കാത്തിരിക്കുന്നതിനായിട്ട് വാച്ച് ലിസ്റ്റിൽ ഇടാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് ലാക് റവന്യൂസ് ടെക്നോളജിയാണ്. അപ്പോൾ ട്രാവൽ മേഖലയിലുള്ള ഇൻഫർമേഷൻസും ബുക്കിംഗ് സർവീസസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഈ ഒരു ട്രാവൽ ഇൻഡസ്ട്രിയിലുള്ള ഈ കമ്പനി, ഇതിൻ്റെ കറണ്ട് പ്രൈസ് 289 എന്ന റേഞ്ചിലാണ്. കഴിഞ്ഞ 6 മാസം 106% വമ്പിച്ച റിട്ടേൺ ആണ് ഈ സ്റ്റോക്ക് നൽകിയിട്ടുള്ളത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഹോൾഡിംഗ് 59.9%. സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 177 എന്നുള്ള വളരെ ഹൈ ആയിട്ടുള്ള PE ആണ്. അതുകൊണ്ട് തന്നെ ഒരിക്കലും ഇതൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ഇല്ല. പക്ഷേ 213 188 എന്ന ലെവലൊക്കെ വരികയാണെങ്കിൽ അത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് കണക്കാക്കാം. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. മറ്റൊരു സ്റ്റോക്ക് മാക്സ് ഫൈനാൻഷ്യൽ സർവീസസ് ആണ്. ഫൈനാൻസ് രംഗത്തും ഇൻഷുറൻസ് രംഗത്തും ഒക്കെയുള്ള ഈ ഒരു കമ്പനി, ഇതിൻ്റെ കറണ്ട് പ്രൈസ് 1646 കഴിഞ്ഞ 6 മാസം 62% റിട്ടേൺ ഈ സ്റ്റോക്ക് നൽകുകയുണ്ടായി. ഫോറിൻ ഇൻവെസ്റ്റേഴ്സിൻ്റെ 44% കൂടുതൽ ഹോൾഡിംഗ് ഉള്ള ഈ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 209 എന്നുള്ള വളരെ ഹൈ ആയിട്ടുള്ള PE ആണ്. അതുകൊണ്ട് തന്നെ ഒരു കറക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലൊരു ബൈങ് ആയിട്ട് കണക്കാക്കാൻ പറ്റുക. 1549 അതുപോലെ 1432 എന്നീ സപ്പോർട്ട് ലെവലുകൾ നമുക്കൊരു ബൈങ് റേഞ്ച് ആയിട്ട് പരിഗണിക്കാവുന്നതാണ്. അതുകൊണ്ട് ഈ സ്റ്റോക്ക് നമുക്ക് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.